ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൻസിന്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ +2 ക്ലാസ്സസ് ഒക്കെ തുടങ്ങി എല്ലാവരും പഠിച്ചു തുടങ്ങിയ ഒരു സമയമാണ് അല്ലേ. സോ ബിസിനസ് സ്റ്റഡീസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്ട്. എൻ്റെ പേര് അശ്വതി എന്നാണ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിനെ പറ്റി പറയുകയാണെങ്കിൽ +1 പോലെ തന്നെ 80 മാർക്സിന്റെ പേപ്പറാണ് നമുക്ക് +2ലും വരുന്നത്. ആൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ്. പഠിക്കാനാണെങ്കിലും കുറേ തിയറി പഠിക്കാനായിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഒരു ചാപ്റ്റർ വ്യത്യാസമുണ്ട്. അതായത് കഴിഞ്ഞ കൊല്ലം 12 ചാപ്റ്റർ ആയിരുന്നെങ്കിൽ ഇക്കൊല്ലം 11 ചാപ്റ്റർ ആണ്. ആൻഡ് മോറോവർ കുറേ കാര്യങ്ങൾ അതിനുള്ളിൽ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് വേർഷൻ 2 ഞാൻ എല്ലാവരെയും ഈ ഒരു ക്ലാസ്സിലോട്ട് വെൽക്കം ചെയ്യുവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്താണ് ഇക്കൊല്ലം നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്റർ എന്നൊന്ന് നോക്കാം അല്ലേ. ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഇത് നോക്കിയ ഒരു റൗണ്ട് ടേബിൾ, ഒരു ക്ലോക്കിന്റെ ഒരു ടേബിളാണ് അവിടെ വന്നേക്കുന്നത് അല്ലേ. സോ മാനേജ്മെന്റിൽ ടൈം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കാണിക്കുന്ന ഒരു ക്ലോക്ക് ആണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ആൻഡ് കുറേ അധികം ആൾക്കാർ അതിന് ചുറ്റും ഇരുന്ന് ഒരു കമ്പനിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ള കാര്യവും അതേപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യവുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അല്ലേ. നമ്മൾ ഏതൊരു കമ്പനി, ഏതൊരു എന്റർപ്രൈസ്, ഏതൊരു സ്ഥാപനം എടുത്താലും നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാനേജ്മെന്റ് ടീം ഉണ്ടായിരിക്കണം അല്ലേ. എന്നാലേ അവിടുത്തെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടന്നു പോവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, ഓരോരുത്തരും അവരവർക്ക് തോന്നിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അവിടുത്തെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോവുകയും ഇല്ല, അതേപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയില്ല. മൊത്തം എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് പോകുന്നു. സോ അവിടെയാണ് മാനേജ് ചെയ്യൽ, എല്ലാവരെയും നിയന്ത്രിക്കൽ, ഒരേപോലെ തന്നെ എന്താ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകൽ എന്നുള്ളതാണ് മാനേജ്മെന്റ് ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. എന്നിരുന്നാൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് കാണുമ്പോൾ ഒരു ബുക്കും പേനയുമായിട്ട് വേണം ഇരിക്കാനായിട്ട്. കാര്യങ്ങളൊന്നും നോട്ട് ഡൗൺ ചെയ്ത് എല്ലാവരും പോകണം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ എന്നാ. യെസ്, അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം നമുക്കൊന്ന് നോക്കാം, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യം തന്നെ വാട്ട് യു മീൻ ബൈ മാനേജ്മെന്റ്, എന്താണ് ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തിൽ എന്താ, എഫിഷ്യൻസി വേഴ്സസ് എഫക്റ്റീവ്നെസ്. രണ്ട് ടേംസ് ആണ് ആക്ച്വലി ഒരു എന്താ പറയാ, 2 സൈഡ്സ് ഓഫ് എ കോയിൻ എന്നൊക്കെ നമ്മൾ ഇവരെ വിശേഷിപ്പിക്കാറുണ്ട്. നമുക്ക് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണം. മൂന്നാമത്തേല് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്, ഈ പഠിക്കാൻ പോകുന്ന മാനേജ്മെന്റിന്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഇതിൽ പഠിക്കുന്നത്. പിന്നീട് മാനേജ്മെന്റ് ആസ് ആർട്ട്, സയൻസ് ആൻഡ് പ്രൊഫഷൻ. മാനേജ്മെന്റ് നമ്മൾ 3 ആൾക്കാരുമായിട്ട് ഉപമിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ 3 നേച്ചർ അതിനുണ്ട് എന്നുള്ള രീതിയിൽ നേച്ചർ ഓഫ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിലാണ് ആർട്ടായിട്ടും സയൻസ് ആയിട്ടും പ്രൊഫഷൻ ആയിട്ടും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, ഒന്ന് കണക്ട് ചെയ്ത് സംസാരിക്കുന്നത്. പിന്നീട് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. എക്സാമിനാണെന്നുണ്ടെങ്കിലും ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. അതായത് ഇപ്പോൾ ഫസ്റ്റ് എക്സാം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സിനായിരിക്കും അല്ലേ. സെക്കൻഡ് ടേമിലോട്ട് വരുമ്പോൾ സെക്കൻഡ് ടേം ചാപ്റ്റേഴ്സിനായിരിക്കും പ്രാധാന്യം. പക്ഷേ എപ്പോഴും വളരെ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് വണ്ണാണ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് പഠിക്കാനുണ്ട്, ചോദിച്ചു കാണാറുണ്ട് കോർഡിനേഷനെ പറ്റി. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്തയിലോട്ട് കിടക്കാലോ, നമ്മുടെ കാര്യങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. സോ ഏറ്റവും ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് മാനേജ്മെന്റിന്റെ ഒരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അതിനുശേഷം താഴെ എന്താണ് മാനേജ്മെന്റ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ് അല്ലെ. ഡെഫിനിഷൻ എന്നോ മീനിങ് എന്നോ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗതി നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ സെന്റൻസ് ഞാനൊന്ന് വായിക്കാം. മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഫസ്റ്റ് ടേമിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് അതിൽ കിടക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. കൂട്ടായ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മാനേജ്മെന്റിനെ കണക്കാക്കുന്നത്. അല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് നിന്നാൽ ഒരിക്കലും അവിടെ മാനേജ്മെന്റ് സംഭവിക്കുന്നില്ല. വിച്ച് കോർഡിനേറ്റ്സ്. ഇനി കോർഡിനേഷൻ എന്ന് പറഞ്ഞ് നമ്മളിത് ഇപ്പോൾ ലാസ്റ്റ് ഒരു കണ്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് അല്ലെ. കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഒരു ദിവസം ഒരു 10 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിനെല്ലാത്തിനെയും ഒരേപോലെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് മാനേജ്മെന്റ് വർക്ക്ഔട്ട് ആകുന്നു എന്ന് പറയാൻ സാധിക്കുക. ഏകോപനം എന്നാണ് കോർഡിനേഷന്റെ മലയാള പദം. ഏകോപനം, ഏകോപിപ്പിക്കാം. 10 കാര്യങ്ങൾ 10 രീതിയിൽ ഇങ്ങനെ നമ്മുടെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. അതായത് ആ ഒരു ഫോമിൽ ഇന്ന ദിവസം ഒരു 10 കാര്യങ്ങൾ നമുക്ക് അർജന്റ് ആയിട്ട് ചെയ്തു തീർക്കാനുണ്ട്. ഇതിനെല്ലാത്തിനെയും ഒരേപോലെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു മാനേജർ ആണ് എന്നർത്ഥം. ഓക്കെ, സോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി വിച്ച് കോർഡിനേറ്റ്സ് ഹ്യൂമൻ റിസോഴ്സസ്
ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ്. അവിടെയാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ജീവനുള്ള ആൾക്കാർ അല്ലേ, ജീവനുള്ള മനുഷ്യരെ മാനേജ് ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും ആദ്യം പറയുന്നത്. പിന്നീട് നോൺ ഹ്യൂമൻ റിസോഴ്സസ് അതെന്തൊക്കെയായിരിക്കും? ഇവിടെ നമുക്ക് ഈ ഒരു കമ്പനിയിൽ പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള, വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളെയും, ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളെയും നമുക്ക് നോൺ ഹ്യൂമൻ റിസോഴ്സിന്റെ അണ്ടറിൽ കൂട്ടാം. സോ ഹ്യൂമൻ റിസോഴ്സിനെയും നോൺ ഹ്യൂമൻ റിസോഴ്സിനെയും ഒരേപോലെ കൊണ്ടുപോകണം ഇൻ ഓർഡർ ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, ഒബ്ജക്റ്റീവ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മാനേജർ ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? മാനേജ്മെന്റ്. ഒരാളെ മാനേജ് ചെയ്യാൻ, നമ്മളിങ്ങനെ കുട്ടികളുടെ കാര്യമൊക്കെ പറയില്ല, അവനെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് എന്നൊക്കെ പറയില്ലേ? ദാറ്റ് മീൻസ് അവനെ ഒന്ന് മെരുക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ രീതിയിലോട്ട് അവനെ കൊണ്ടുവരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ പറയാറുണ്ട് അല്ലേ? ശരി, ഇനി താഴെ കിടക്കുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു കോർ പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാനിങ്. ഏറ്റവും ആദ്യത്തെ ആളെ ഞാൻ ഒന്ന് എടുത്തെഴുതാം. പ്ലാനിങ് ഏറ്റവും ആദ്യം വരുന്ന ആളാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നീട് ഓർഗനൈസിങ്. ഏതാണ് അടുത്തതിൽ വരുന്നത്? ഓർഗനൈസിങ്. ഇവരൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ എടുത്തെഴുതുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അതിനുശേഷം എന്താണ്? സ്റ്റാഫിങ്. സ്റ്റാഫിങ്. സ്റ്റാഫിങ് കിടക്കട്ടെ. അതിനുശേഷം വന്നിരിക്കുന്ന ആളുടെ പേരെന്താണ്? ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ഉണ്ട്. പിന്നെ കോർഡിനേറ്റിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് കിടക്കുന്നത്. അവൻ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. നമ്മൾ എല്ലാവരുടെയും കൂട്ടത്തിൽ കോർഡിനേഷനെ കൂട്ടാറില്ല. ഇനി താഴത്തെ ആളാരാണ്? കൺട്രോളിങ്. അവസാനം ഒരു കൺട്രോളിങ് കൂടിയുണ്ട്. കോർഡിനേഷനെ നമ്മൾ ഒഴിവാക്കിയതല്ല, നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നവർ ഇവർ 5 പേരെയാണ്. അതുകൊണ്ടാണ് ഞാൻ കോർഡിനേഷൻ മാറ്റി എടുത്തത്. കോർഡിനേഷൻ വേറൊരു കോൺസെപ്റ്റ് ആയിട്ട് ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷെ കോർഡിനേഷൻ നമുക്ക് സെപ്പറേറ്റ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ, ഏതൊക്കെയാണ് നമ്മുടെ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന 5 പേര് ആരൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. ഇവരുടെ ഓരോരുത്തരുടെയും ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് നമ്മൾ ഇതിനെ പോസ് DC എന്താണ്? പോസ് DC എന്ന് നമ്മൾ ഇതിനെ എന്താക്കി വിളിക്കും? ചുരുക്കി എളുപ്പത്തിന് വേണ്ടി വിളിക്കും. മറന്നു പോകരുത്. P for planning, O for organizing, S for staffing, D for directing and C for controlling. മറന്നു പോകാതെ പഠിക്കേണ്ട 5 functions of management. Very 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 important. Okay, so post DC അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പറയുന്ന മാനേജ്മെന്റ് ഉള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പേരാണ് ആര്? ഈ 5 പേര് കൂടാതെ കോർഡിനേഷനും. ഓക്കെ ആണോ? മാനേജ്മെന്റ് ഹ്യൂമൻ ആയാലും നോൺ ഹ്യൂമൻ റിസോഴ്സിനെ ആയാലും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി, കൂട്ടായ പ്രവർത്തനം കൂടിയാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലോട്ട് കിടക്കുമ്പോൾ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലെ അടുത്ത പരിപാടിയാണ് എഫിഷ്യൻസി എന്താണ്, എഫക്റ്റീവ്നെസ് എന്താണ് എന്ന് പഠിക്കും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ 2 വ്യക്തികളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? ഒരാൾ എന്താണ് കോട്ടും സ്യൂട്ടും ബാഗും ടൈയൊക്കെ കിട്ടി എന്താണ് എസ്കലേറ്ററിൽ മുകളിൽ എത്തിയ ഒരാളാണ്. ആൻഡ് മറ്റൊരാൾ എന്താണ് കയറിൽ തൂങ്ങി മുകളിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ മുകളിൽ ഒരു എന്താ പറയാ, ഒരു ഫ്ലാഗ് ഉണ്ടല്ലേ, ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട് മുകളിലായിട്ട്. അങ്ങോട്ടേക്ക് ഇവർ 2 പേരും വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേരും ചെയ്യുന്ന 2 രീതിയിലുള്ള പ്രവർത്തനമാണ്. അപ്പൊ ഇതിനകത്ത് ആരാണ് എഫിഷ്യന്റ് ആയിട്ടുള്ളത്, ആരാണ് എഫക്റ്റീവ് ആയിട്ട് പെരുമാറിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. യെസ്. ഇനി അപ്പുറത്തോട്ട് കിടക്കുമ്പോൾ ഇവർ 2 പേരും ചെയ്ത പ്രവർത്തനത്തെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തി അല്ലെ. പെട്ടെന്ന് തന്നെ എസ്കലേറ്റർ കയറി മുകളിലെത്തി, പെട്ടെന്ന് കാര്യങ്ങളിലോട്ട് എത്തി, ഒബ്ജക്റ്റീവ് പുള്ളി പെട്ടെന്ന് അച്ചീവ് ചെയ്തു. പക്ഷെ മറ്റേ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. കാരണം പുള്ളി കയറി തൂങ്ങി മുകളിലെ കഷ്ടപ്പാടുണ്ട്, കുറച്ച് ഫിസിക്കൽ എഫേർട്ട് പുള്ളി ഇടാറായിട്ടുണ്ട് അല്ലെ, കുറച്ച് ദേഹനങ്ങാനുണ്ട് പുള്ളിയുടെ, എന്നാലേ പുള്ളിക്ക് മുകളിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിനകത്ത് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിച്ച ഒരാളുണ്ട്, എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിച്ച ഒരാളുണ്ട്. അങ്ങനെ അവരെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് കണ്ടുപിടിക്കണം. എഫിഷ്യന്റ് ആരാണ്, എഫക്റ്റീവ് ആരാണ്, ഈ ഒരു 2 പേരിൽ ഓരോരുത്തരും. ഓക്കെ, നമുക്കപ്പോ എന്ത് ചെയ്യാം, ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയിട്ട് ഇവരിലോട്ട് തിരിച്ചു വരാം. നോക്കിയടാ, എഫിഷ്യൻസി നോക്കിക്കേ. ഏറ്റവും ആദ്യം എഫിഷ്യൻസിയെ പറ്റി മാത്രമല്ല എഫക്റ്റീവ്നെസ്സും അതിന്റെ കൂടെ വരുന്നുണ്ട് അല്ലെ. എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ആർ ബോത്ത് കോമൺലി യൂസ്ഡ് മാനേജ്മെന്റ് ടേംസ്. നമ്മൾ എപ്പോഴും മാനേജ്മെന്റ് സ്റ്റഡീസിലൊക്കെ, അതായത് നമ്മൾ ഇനിയിപ്പോൾ ഹയർ സ്റ്റഡീസിലൊക്കെ മാനേജ്മെന്റ് സ്റ്റഡീസ് ഒക്കെ പഠിക്കുമ്പോൾ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും എപ്പോഴും ഇതിനകത്ത് വരുന്ന ഒരു ടേം ആണ്. കാണുമ്പോൾ ഏകദേശം ഒരേപോലെ ഇരിക്കുന്നുവെങ്കിലും 2 പേർക്കും 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ശ്രദ്ധിച്ചേ, എഫിഷ്യൻസി മീൻസ് എന്താണ് എഫിഷ്യൻസിയിൽ പറയുന്നത്, അതിന്റെ മലയാള അർത്ഥം കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. കാര്യക്ഷമത എന്നാണ് നമ്മളുടെ എന്തിന്റെ അർത്ഥം, എഫിഷ്യൻസിയുടെ അർത്ഥം കാര്യക്ഷമത.
ഓക്കെ, ഇനി അതിനുശേഷം വാട്ട് എവർ വി പ്രൊഡ്യൂസ് ഓർ പെർഫോം, നമ്മൾ എന്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെ ഇവിടെ ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു, ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എ പെർഫെക്റ്റ് വേ, എല്ലാം നല്ല വൃത്തിയും ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എഫിഷ്യൻസിയിൽ പറയുന്നത്. എഫിഷ്യൻസി റെഫേഴ്സ് ടു ഡൂയിങ് തിങ്സ് ഇൻ എ റൈറ്റ് മാനർ, കൃത്യമായ രീതിയിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യൻസിയിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഔട്ട്പുട്ട് ടു ഇൻപുട്ട് റേഷ്യോ ആൻഡ് ഫോക്കസ് ഓൺ, അടുത്ത പോയിന്റ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ദ മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം റിസോഴ്സസ്, ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കുറഞ്ഞ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ഔട്ട്പുട്ട്, അതായത് മാക്സിമം ഔട്ട്പുട്ട് കൊയ്യുന്ന ആളെയാണ് നമ്മൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് വളരെ ചെറിയ എഫേർട്ടേ പുള്ളി എടുത്തുള്ളൂ, അതായത് കുറച്ച് റിസോഴ്സേ പുള്ളി എടുത്തുള്ളൂ, പക്ഷെ പുള്ളിക്ക് കിട്ടിയ ഔട്ട്പുട്ട്, അതായത് പുള്ളിക്ക് കിട്ടിയ റിസൾട്ട് വളരെ വലുതായിരുന്നു. ഓക്കെ, അപ്പോഴാണ് അദ്ദേഹം കാര്യക്ഷമതയുള്ള ഒരാളാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി എഫക്റ്റീവ്നെസ്സിലോട്ട് വരുമ്പോഴോ, ഇറ്റ് ഹാസ് എ ബ്രോഡർ അപ്രോച്ച്. എഫക്റ്റീവ്നെസ് എഫിഷ്യൻസിയെ പോലെയല്ല, കുറച്ചും കൂടി വലിയൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, വിച്ച് മീൻസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ ആക്ച്വൽ റിസൾട്ട്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് ടു ഫുൾഫിൽ ദ ഡിസൈർഡ് ഔട്ട്കം, ദാറ്റ് ഈസ് ഡൂയിങ് ആക്യുറേറ്റ് തിങ്സ്. നമ്മൾ എത്രത്തോളം ആ കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് പോയി, എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി എന്തോരം എഫേർട്ട് എടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാര്യം കേട്ടോ. വിച്ച് മീൻസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ആക്ച്വൽ റിസൾട്ട്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് ടു ഫുൾഫിൽ ദ ഡിസൈർഡ് ഔട്ട്കം. നമ്മുടെ ഈ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു, എന്തൊക്കെ റിസോഴ്സ് എടുത്താലും കുഴപ്പമില്ല, നമുക്ക് എന്ത് കിട്ടണം, അവസാനം റിസൾട്ട് കിട്ടണം എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ്സിൽ പറയുന്നത്. അതായത് മാക്സിമം റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യും, മിനിമം കോസ്റ്റ് എന്നുള്ളൊരു പരിപാടി ഇവിടെ വരുന്നില്ല, മാക്സിമം കോസ്റ്റിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും എന്നുള്ളൊരു കേസാണ് എഫക്റ്റീവ്നെസ്സിൽ വരുന്നത് കേട്ടോ. ഫലപ്രാപ്തി എന്നാണ് നമ്മളുടെ എഫക്റ്റീവ്നെസ്സിന്റെ പരിപാടി കേട്ടോ, മലയാളം പദം. ഓക്കെ, അതായത് ഫലപ്രാപ്തി എന്ന് പറയുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടണം, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതാണ് എഫക്റ്റീവ്നെസ്സിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഡൂയിങ് ആക്യുറേറ്റ് തിങ്സ്, കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം, അതിന് എത്ര കാശ് ചിലവായാലും നമുക്ക് പ്രശ്നമല്ല. ഇത് നോക്കിക്കേ, താഴത്ത് രണ്ട് സെന്റൻസുകളിൽ നമ്മൾ ഇവർ രണ്ടുപേരും ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ബീയിങ് എഫക്റ്റീവ് ഈസ് അബൌട്ട് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ. വൈൽ ബീയിങ് എഫിഷ്യന്റ് ഈസ് അബൌട്ട് ഡൂയിങ് തിങ്സ് റൈറ്റ്, കൃത്യമായിട്ട് അതായത് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യന്റ് എന്ന് പറയാം. മറ്റൊടുത്ത് ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിനെയാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ രണ്ട് പരിപാടി. ഇനി ഇതിനകത്ത് നോക്കിയിട്ട് പറഞ്ഞേ, മിനിമം കോസ്റ്റിൽ മിനിമം റിസോഴ്സസിൽ കാര്യങ്ങൾ നേടിയെടുത്ത ആൾ ആരാണ്? നമ്മുടെ എസ്കലേറ്റർ കയറിപ്പോയ ചേട്ടനാണ് ഇവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ളത്. കാരണം പുള്ളിക്ക് എന്താണ്, ദേഹം ഒന്നും അനങ്ങേണ്ടി വന്നില്ല, പുള്ളി വേഗം അങ്ങോട്ട് എത്തി. മിനിമം റിസോഴ്സസിൽ മാക്സിമം ഔട്ട്പുട്ട് പുള്ളിക്ക് കിട്ടി. മറ്റേ പുള്ളിയാണ് കുറച്ച് കഷ്ടപ്പെട്ടത്, അതായത് എങ്ങനെ ഏതറ്റം വരെ പോയാലും ഇത് നേടിയെടുക്കണം എന്ന് വിചാരിച്ച് പുള്ളി നമ്മുടെ കയറേ തൂങ്ങിയാണ് വരുന്നത്. സോ ഹി ഇസ് ദ എഫക്റ്റീവ് പേഴ്സൺ. ഫലപ്രാപ്തിയാണ് പുള്ളി മുന്നിൽ കാണുന്നത്, പക്ഷേ ഈ പുള്ളി മുന്നിൽ കാണുന്നത് കാര്യക്ഷമതയാണ്. കാര്യക്ഷമതയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ എസ്കലേറ്റർ കയറിപ്പോയ ആൾ. ഓക്കെ, യെസ്. അപ്പൊ രണ്ടുപേരെയും തരംതിരിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. പരിപാടി മനസ്സിലായല്ലോ? എഫിഷ്യൻസി മീൻസ് എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ മിനിമം കോസ്റ്റ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടണം. മറ്റോടത്താണെന്നുണ്ടെങ്കിൽ ഡിസൈഡ് റിസൾട്ട്സിനാണ് അവിടെ മുൻഗണന. അത് ഏത് വഴി കിട്ടിയാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും മാക്സിമം ഔട്ട്പുട്ട് കിട്ടിയാൽ മതി. അത് ഏത് റിസോഴ്സസ് എടുത്താലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അതാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതിലോട്ട് കിടക്കുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് നമുക്ക് നോക്കാവേ. പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. ഇത് വളരെ പ്രധാനപ്പെട്ടതൊന്നുമല്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വാട്ട് ടു ബി ഡൺ ഇൻ എ കറക്റ്റ് മാനർ. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. മറ്റോടത്താണെങ്കിലോ ഡൂയിങ് ആക്യുറേറ്റ് വർക്ക് ഉള്ളി, ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഓക്കെ, യെസ്, അതാണ് ഇവിടെ വരുന്നത് എഫക്റ്റീവ്നെസ്സിൽ വരുന്നത്. ഇനി എംഫസിസ് ഓൺ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. നോക്കിക്കേ, ഇൻപുട്ട്, എന്തോരം ഇൻപുട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനെയാണ് ഇൻപുട്ട് എന്ന് പറയാം, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റോടത്താണെങ്കിലോ എംഫസിസ് ഈസ് ഓൺ മീൻസ് ആൻഡ് എൻഡ്സ്. അതെങ്ങനെ ചെയ്യുന്നു, അതിൽ നിന്നും കിട്ടുന്ന എൻഡ് റിസൾട്ട്. എൻഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ, എൻഡ് റിസൾട്ട്, കിട്ടാൻ പോകുന്ന ഫലം എന്താണോ അതിനാണ് അവിടെ മുൻതൂക്കം. ഇനി നോക്കിയേ, ദിസ് ഇസ് ഷോർട്ട് റൺ ഒബ്ജക്റ്റീവ്. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താണോ, കുറച്ച് കാലത്തോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ പരിപാടി. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തോട്ട് മാത്രമുള്ളതാണ്. പക്ഷെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാലോ ലോങ് റൺ ഒബ്ജക്റ്റീവ് ആണ്, കുറെ കാലത്തോട്ട്, ഒരു ദീർഘകാലത്തോട്ടുള്ള ഒരു വീക്ഷണമാണ് എന്ത് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു. ഇനി നാലാമത്തിലോട്ട് വരുമ്പോൾ നാരോ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻട്രോവേർട്ടഡ്. നമ്മൾ ഇൻവേർട്ടർ എന്നൊക്കെ പറയുമല്ലോ, ഇപ്പോൾ ഇൻട്രോവേർട്ടിന് നമ്മൾ ഇൻവേർട്ടർ എന്നൊക്കെയാണ് ഇപ്പോൾ പറയാറ്. സോ ഇറ്റ് ഇസ് എ നാരോ കോൺസെപ്റ്റ്, ചെറിയൊരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടഡ് കോൺസെപ്റ്റ് ആണ്. മറ്റോടത്ത് എന്തായിരിക്കും, ഇറ്റ്സ് എ വൈഡ് കോൺസെപ്റ്റ്, എക്സ്ട്രോവേർട്ടഡ് കോൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്, എഫക്റ്റീവ്നെസ്സിനെ കണക്കാക്കുന്നത്. ഇനി നോക്കി, എയിംസ് അറ്റ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ.
നടപ്പിലാക്കുകയാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ അപ്പുറത്ത് എന്താ ഫോർമുലേഷൻ, അവിടെ ഫോർമേഷൻ, അവിടെ ഉൽപാദനമാണ് നടക്കുന്നത്. എന്ത് സ്ട്രാറ്റജി ഫോർമുലേഷൻ ആണ് അപ്പുറത്ത് നടക്കുന്നതെങ്കിൽ ഇവിടെ ഇംപ്ലിമെന്റേഷൻ, നടപ്പിലാക്കലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എഫിഷ്യൻസി വേഴ്സസ് എഫക്റ്റീവ്നെസ് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഇനി അടുത്തയിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെ സവിശേഷതകളാണ് നമ്മളുടെ മാനേജ്മെന്റിനുള്ളത് എന്നുള്ളതാണ് അടുത്തതിൽ പറയാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ പോയിന്റ്, മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. എന്താണ് ആദ്യം പറയുന്നത്? മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. മാനേജ്മെന്റ് എയിംസ് അറ്റ് അച്ചീവിംഗ് സർട്ടൺ ഓർഗനൈസേഷണൽ ഗോൾസ്. എന്തായാലും നമുക്കറിയാം ഒരു കമ്പനിയിൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക. ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കമ്പനികളിലും മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, ദിസ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ സിമ്പിൾ ആൻഡ് ക്ലിയർ ടേംസ്. വ്യക്തമായ രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം അല്ലെ? അല്ലെങ്കിൽ ഒരു 50 പേരിൽ ഒരു 20 പേർക്ക് കാര്യം പിടികിട്ടി, ബാക്കി 30 പേർക്ക് എന്താ പരിപാടി എന്ന് അറിയാതെ അവരിങ്ങനെ നിൽക്കുക അല്ലെ? അത് പാടില്ല. എല്ലാവർക്കും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആക്കി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഗോൾസ് മേ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് അല്ലെ? പല കമ്പനികൾക്കും പല ഉദ്ദേശങ്ങളാണുള്ളത്. കമ്പനി പ്രവർത്തിക്കുന്നതിൽ പല കമ്പനികൾക്കും പല ലക്ഷ്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഫോർ ബിസിനസ് ഓർഗനൈസേഷൻസ് ഗോൾസ് വിൽ ബി ഇൻക്രീസ്ഡ് സെയിൽസ് അല്ലെ? നമുക്കറിയാം ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥാപനം, ഇപ്പൊ ഒരു കൊടയുടെ കമ്പനി ആയിരിക്കും, കൊടയുടെ എന്തായിരിക്കും? സെയിൽസ് കൂട്ടാം. ഇപ്പൊ എന്താ മഴക്കാലൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ എന്ത് വരിക? കൊടക്കൊക്കെ ഡിമാൻഡ് വരിക, കൊട, റെയിൻകോട്ട് പോലുള്ള സാധനങ്ങൾക്ക്. അപ്പൊ മാക്സിമം ആ പീക്ക് ടൈമിൽ സെയിൽസ് കൂട്ടുക എന്നുള്ളതായിരിക്കും അവരുടെ പരിപാടി, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് പ്രോഫിറ്റ് വേറസ് ഫോർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറ്റ് വിൽ ബി ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ആൻഡ് സെയിൽസും പ്രോഫിറ്റും ആയിരിക്കും ബിസിനസിന്റെ കോൺസെപ്റ്റ് എങ്കിൽ ഇനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തായിരിക്കണം? നല്ല വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതായിരിക്കും. പ്രോഫിറ്റ് ഇല്ല എന്നല്ല, എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രോഫിറ്റ് ഇല്ല എന്നല്ല, പക്ഷേ വിദ്യാഭ്യാസം, നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അവർ അതിന് കൊടുക്കുന്നത്. ഓക്കെ, പിടികിട്ടിയല്ലോ? ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷൻസിൽ പ്രോഫിറ്റിനും സെയിലിനുമാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാരിറ്റി, അതേപോലത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം ആ ഒരു സർവീസിനായിരിക്കും അവർ എന്ത് ചെയ്യുക? മുൻതൂക്കം നൽകുന്നത്, മോർ ദാൻ പ്രോഫിറ്റ്. ഓക്കെ, പിടികിട്ടിയല്ലോ ഫസ്റ്റത്തെ പോയിന്റ്. ഇനി അടുത്തയിലോട്ട് കിടക്കുമ്പോൾ, മാനേജ്മെന്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ ക്യാരക്ടർ. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണോ? ഇതിന് നമ്മൾ മറ്റൊരു രീതിയിൽ കൂടി ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്. മാനേജ്മെന്റ് ഈസ് ഓൾ പെർവാസീവ് എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട് കേട്ടോ. ഈസ് ഓൾ പെർവാസീവ് എന്ന് കൂടി നമ്മൾ ടെക്സ്റ്റിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ടെക്സ്റ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നോക്കിക്കേട്ടോ, ദ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ മാനേജിംഗ് ആൻ ഓർഗനൈസേഷൻ ആർ കോമൺ വെദർ ഇറ്റ് ഈസ് എക്കണോമിക്, സോഷ്യൽ ഓർ പൊളിറ്റിക്കൽ. അതായത് സാമ്പത്തികമായതും അതേപോലെ തന്നെ സോഷ്യൽ, സാമൂഹ്യമായതും പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഏതൊരു എക്കണോമി ആയാലും ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒരേപോലെ ആയിരിക്കും നടക്കുക. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ സ്ഥലത്തും ഒരേപോലെ. നമ്മളുടെ ഏറ്റവും വലിയ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് എന്ത്? സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അല്ലെ? സൂര്യൻ എല്ലാ സ്ഥലത്തും, ലോകത്ത് എവിടെ പോയാലും കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്, ആൻഡ് പടിഞ്ഞാറാണ് സൂര്യൻ അസ്തമിക്കുന്നത് അല്ലെ? സോ ആ ഒരു തിങ്കിനെ നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്ത് എന്നാണ് എപ്പോഴും പറയുന്നത് അല്ലെ? അതുപോലെയാണ് മാനേജ്മെന്റിന്റെ കേസും. എല്ലാ ടൈമിലും ഒരേപോലെ, ഈ ലോകത്ത് എവിടെ പോയാലും മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഒരേപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ? നമ്മുടെ ഇതിനകത്ത് അടുത്തേക്ക് നോക്കിക്കേടാ, മാനേജ്മെന്റ് കോൺസെപ്റ്റ് ഈസ് യൂസ്ഡ് ഓൾ ഓവർ ദ വേൾഡ് വെദർ ഇറ്റ് ഈസ് ഇൻ ഇന്ത്യ or US and in all business and non-business organizations. അതുകൊണ്ട് തന്നെ hence it is all pervasive. കണ്ടോ, pervasive എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതിന്റെ ഏറ്റവും അവസാനം വരുന്നുണ്ട്. അപ്പൊ എക്സാമിന് ഉണ്ടല്ലോടാ, പെർവാസീവ് എന്നോ യൂണിവേഴ്സൽ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എഴുതാം. സംഭവം എന്താണ്? എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. ഞാനത് മലയാളത്തിൽ കൂടി എഴുതാവേ. എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. ഇവിടെ എല്ലാവർക്കും മലയാളമൊക്കെ അറിയാലോ അല്ലേ? കിടക്കുന്നു, അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെയാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, യെസ്, എല്ലായിടത്തും ഒരുപോലെയാണ് അല്ലെങ്കിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയാം. ഇനി അടുത്ത് നോക്കാടാ, മൂന്നാമത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതിൽ നിന്നും ചോദ്യം ചോദിക്കാറുണ്ട്. മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡൈമെൻഷണൽ. ഇങ്ങനെയൊക്കെ ചോദിക്കും എക്സാമിന്. അതായത് ഇപ്പൊ ഒരു ക്ലാസ് ഡിബേറ്റിൽ ഒരു കുട്ടി പറഞ്ഞു മാനേജ്മെന്റ് മൾട്ടി ഡൈമെൻഷണൽ ആണ്, നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും എക്സാമിന് ചോദ്യം ചോദിക്കുക. സോ നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്തേ പറ്റുള്ളൂ. അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. വാ നോക്കാം. മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡൈമെൻഷണൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്താ ചോദിക്കുന്നത്? മൾട്ടി ഡൈമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ? അതിന് ഒന്നിൽ കൂടുതൽ ഡൈമെൻഷൻസ്, ഒന്നിൽ കൂടുതൽ വ്യൂ പോയിന്റ്സ്, ഒന്നിൽ കൂടുതൽ എന്തുണ്ട്? ആശയങ്ങളുണ്ട് എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെന്റ് ഈസ് എ കോംപ്ലക്സ് ആക്ടിവിറ്റി. ഭയങ്കര എളുപ്പമൊന്നുമല്ല അല്ലെ? മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് ഒരു ക്ലാസ്സിലെ ഒരു
എത്ര പറയാം, നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ എത്ര പേരുണ്ടാവും? 60 പേരുണ്ടാവും. ഈ 60 പേരെയും ഒരു ടീച്ചർ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക് അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണത്. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് ഈസ് എ കോംപ്ലക്സ് ആക്ടിവിറ്റി. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. വിച്ച് ഹാസ് 3 ഡയമെൻഷൻസ്. മെയിൻ ആയിട്ട് 3 ആശയങ്ങളാണ് ഇതിനുള്ളത്. ഏറ്റവും ആദ്യത്തെ എന്താണ് പറയുന്നത്? മാനേജ്മെന്റ് ഓഫ് വർക്ക്സ്. ഓക്കെ കേട്ടോ, ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചോ. മാനേജ്മെന്റ് ഓഫ് വർക്ക്സ് എന്താണ് ഇതിൽ പറയുന്നത്? ഓൾ ഓർഗനൈസേഷൻസ് ആർ എൻഗേജ്ഡ് ഇൻ ഡൂയിങ് സം കൈൻഡ് ഓഫ് വർക്ക് അല്ലെ? എല്ലാ ഓർഗനൈസേഷൻസും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് അല്ലേ? എല്ലാ ഓർഗനൈസേഷനിലും അവരുടേതായ ജോലി അവർക്ക് ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും ആദ്യത്തെ ഡയമെൻഷൻ. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ഇപ്പൊ സ്കൂളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, വിദ്യാലയങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരെന്താ? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഓരോ സ്കൂൾസും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. ഫാക്ടറിയിലാണെങ്കിലോ, ഫാക്ടറിയിൽ നമുക്കറിയാം എന്താ? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. ഹോസ്പിറ്റൽസ് ആണെങ്കിലോ, ഓഫർ ട്രീറ്റ്മെന്റ് ടു പേഷ്യൻസ്. ഓരോരുത്തരും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാണ് അല്ലെ? ഹോസ്പിറ്റലിൽ നമ്മുടെ രോഗികൾ വരുന്നു, അവർക്ക് നമ്മൾ ചികിത്സാ സഹായങ്ങൾ നൽകുന്നു. ഓക്കെ, അങ്ങനെ ഓരോ സ്ഥാപനത്തിലും ഓരോരോ ജോലികൾ, അവർ എന്താണോ സ്ഥാപനം അതിനനുസരിച്ച് ഓരോ ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് വർക്ക് ആണ്. ഏറ്റവും ആദ്യത്തെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഡയമെൻഷൻ. ഇനി രണ്ടാമത്തെ ഡയമെൻഷൻ എന്താണ്? മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. അത് കൊള്ളാം അല്ലെ? മനുഷ്യരെ ഓരോരുത്തരെയും, വ്യക്തികളെ ഓരോരുത്തരെയുമാണ് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ആർ ദ മോസ്റ്റ് വാല്യുബിൾ അസെറ്റ് ടു എനി ഓർഗനൈസേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊരു കമ്പനി എടുത്താലും, ഏതൊരു ബിസിനസ് എടുത്താലും, ഇനിയിപ്പോൾ എന്തെടുത്താലും അവിടുത്തെ വ്യക്തികൾ, അവിടുത്തെ മനുഷ്യരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ല, ഇപ്പൊ AI ഒക്കെ വന്നതിന് ശേഷം പിന്നീട് പറയും, പിന്നെ ഇനി നമുക്ക് വരാൻ പോകുന്ന ബിസിനസ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു വേൾഡിൽ ഫുൾ AI ജനറേറ്റഡ് കാര്യങ്ങളായിരിക്കും വരിക, റോബോട്ട്സ് ആയിരിക്കും വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാലും ഒരു കമ്പനിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹ്യൂമൻ വേണം അല്ലെ? ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടെങ്കിൽ കൂടിയേ നമ്മുടെ ബിസിനസ് നല്ല രീതിക്ക് മുന്നോട്ട് പോകുള്ളൂ അല്ലെ? യെസ്, ഈ റോബോട്ടുകൾ ഇറക്കുന്നതും ഹ്യൂമൻ തന്നെയാണ് അല്ലെ? യെസ്, അത് തന്നെയാണ്. എന്നാൽ കൂടെ ആര് വേണം? ഹ്യൂമൻസ് എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ള ആൾ തന്നെയാണ് അല്ലെ? സോ അതുകൊണ്ടാണ് അവർ എന്ത് പറയുന്നത്? മോസ്റ്റ് വാല്യുബിൾ അസെറ്റ്. നമുക്കറിയാലേ, അസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടൻസിൽ പഠിച്ചു. അസെറ്റ്സും ലയബിലിറ്റീസും എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സംഭവം പഠിച്ച് അതിനകത്തേക്കൊക്കെ എഴുതൂലേ? അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ്സിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസെറ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ? അവരുടെ നമ്മുടെ സ്വത്താണ് എന്ന് നമ്മൾ പറയും. സോ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസെറ്റ് ആണെന്നാണ് പറയുന്നത്. മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ പീപ്പിൾ. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന കേസാണ് നടക്കുന്നത് അല്ലെ? മാനേജ് ചെയ്യാം. അയാളുടെ എന്താണ് മാനേജ് ചെയ്യുന്നത്? വർക്കിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു. അയാൾ ആൾക്കാരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നു, അതാണ് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തസ് മാനേജിംഗ് പീപ്പിൾ ഹാസ് 2 ഡയമെൻഷൻസ്. ഇതിനുള്ളിൽ തന്നെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇറ്റ് ഇംപ്ലൈസ് ഡീലിംഗ് വിത്ത് എംപ്ലോയീസ് ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡീലിംഗ് വിത്ത് എംപ്ലോയീസ് ആസ് എ ഗ്രൂപ്പ്. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഡീൽ ചെയ്യുന്ന കേസും ഉണ്ട്, ഓരോരുത്തരെയും മാത്രമല്ല ഇൻഡിവിജ്വൽസ് ആസ് എ ഗ്രൂപ്പ്, ഒരു കൂട്ടമായിട്ട് അവരെ ഡീൽ ചെയ്യുന്ന കേസും പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ജസ്റ്റ് വായിച്ചിട്ടാൽ മതി. പക്ഷെ മുകളിലത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, വ്യക്തികളെയാണ് നമ്മളിവിടെ രണ്ടാമതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് കൊണ്ടുവരുന്നത് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. എന്താണ്? മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. Management of operation refers to production process which transforms inputs into desired output. ഇവിടെ എന്താണ് അവർ ചെയ്യുന്ന ജോലി? ഇപ്പൊ നമ്മൾ നേരത്തെ ഫസ്റ്റ് വർക്കിൽ പറഞ്ഞല്ലേ, ഓരോരുത്തരും ഓരോ കമ്പനിയിൽ ചെയ്യുന്ന ഓരോ ജോലികളെ പറ്റി പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ refers to production process which transforms inputs into outputs. ഞാൻ പറഞ്ഞു, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സംഗതിയെയാണ് ഇൻപുട്ട് എന്ന് പറയാം, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയാം അല്ലേ? സോ നോക്കിക്കണം, ആ ഒരു പ്രോസസ്, ആ ഒരു പ്രക്രിയയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഫോർ ദിസ് ദർ മസ്റ്റ് ബി ഇന്റർലിങ്കിങ് ഓഫ് ബോത്ത് മാനേജ്മെന്റ് ഓഫ് വർക്ക് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. ഈ ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിലോ വർക്കും പീപ്പിളും നമ്മൾ എപ്പോഴും ഒരു ബന്ധത്തിലുണ്ടായിരുന്നു. ഓക്കെ, എപ്പോഴും ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻ സാധ്യമാകൂ എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ വർക്കും രണ്ടാമത് പറഞ്ഞ പീപ്പിളും തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് പോസിബിൾ ആകുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത ക്യാരക്ടറിസ്റ്റിക്കിലോട്ടാണ് പോകുന്നത്. അടുത്ത ക്യാരക്ടറിസ്റ്റിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ? തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ത്? നമ്മളുടെ ഈ പറയുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് നെവർ എൻഡിങ് ഫംഗ്ഷൻ. ഇവൻ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഭയങ്കര പണിയാണ് ഇവന്, ഏത് നേരവും പണിയെടുത്തോണ്ടിരിക്കണം അല്ലേടാ? യെസ്, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് നെവർ എൻഡിങ് ഫംഗ്ഷൻ. ഇത് നിൽക്കുന്നേ ഇല്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇറ്റ് ഡിഫൈൻസ് പ്രോബ്ലംസ് കോൺസ്റ്റന്റ്ലി ആൻഡ് ടേക്സ് അപ്രോപ്രിയേറ്റ് ആക്ഷൻസ്. ഒരു മാനേജ്മെന്റ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? പ്രോബ്ലംസ്, പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അപ്രോപ്രിയേറ്റ് ആക്ഷൻസ്, സഡൻ ആക്ഷൻസ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും.
മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ലൈക്ക് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇവർ 5 പേര് ഏതാടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റ് DC. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, കാരണം നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് പോസ്റ്റ് DC ആർ പെർഫോംഡ് ബൈ ഓൾ മാനേജേഴ്സ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. എല്ലാ മാനേജേഴ്സും ഈ പറഞ്ഞ 5 ഫംഗ്ഷൻസും തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതായത് P കഴിഞ്ഞ O കഴിഞ്ഞ S കഴിഞ്ഞ D കഴിഞ്ഞ C, വീണ്ടും C കഴിഞ്ഞ P കഴിഞ്ഞ O കഴിഞ്ഞ S കഴിഞ്ഞ D കഴിഞ്ഞ C. അങ്ങനെ ഒരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്തതിലോട്ട് കിടക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. കൂട്ടായ പ്രവർത്തനമാണ്. എന്താണ്? കൂട്ടായ പ്രവർത്തനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ഓൾ എന്റർപ്രൈസസ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഡിഫറെന്റ് നീഡ്സ്. അല്ലെ, ഓരോരുത്തരും ചിലപ്പോൾ കമ്പനിയിൽ വന്ന് പല ആവശ്യങ്ങൾക്കായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യം എന്തായിരിക്കും? എല്ലാവരും ജോലിക്ക് പോകണം എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഓഫ് കോഴ്സ് മണി. പൈസയ്ക്ക് വേണ്ടി വന്നവരായിരിക്കും ഒരു കൂട്ടം ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരുണ്ട് ഒന്ന് അറിയാൻ വന്ന ആൾക്കാർ. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, കമ്പനിയെ പറ്റി ഒന്ന് അറിയാൻ, അല്ലെങ്കിൽ ഈ ഒരു ജോലിയെ പറ്റി ഒന്ന് അറിയാൻ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജോലി എടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അതിന് വേണ്ടി വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ പലർക്കും പല ആവശ്യങ്ങളായിട്ടായിരിക്കും ഓരോരുത്തരും കമ്പനിയിലോട്ട് വരുന്നത്. എവരി മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ് എൻറ്റേഴ്സ് ഓർഗനൈസേഷൻ വിത്ത് ഡിഫറെന്റ് പർപ്പസ്. അതെ, നമ്മളിപ്പോൾ പറഞ്ഞു പല ആവശ്യങ്ങൾ ഉണ്ടാവും. ബട്ട് ആസ് മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ദേ വർക്ക് ടുഗദർ ഫോർ ദി അറ്റൈൻമെന്റ് ഓഫ് കോമൺ ഓർഗനൈസേഷണൽ ഗോൾസ്. അവർക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ട്, ഡിഫറെന്റ് നീഡ്സ് ഉണ്ട്. അതെല്ലാം കമ്പനിക്ക് പുറത്ത്. കമ്പനിക്ക് അകത്തോട്ട് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവരെല്ലാവരും ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കണം. അതുകൊണ്ടാണ് മാനേജ്മെന്റിനെ കൂട്ടായ പ്രവർത്തനം എന്ന് നമ്മൾ ഒറ്റ പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, എന്താണ്? ബട്ട് ആസ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ദേ ഷുഡ് വർക്ക് ടുഗദർ. അല്ലെ, അവരെന്തായാലും കൂട്ടായി തന്നെ പ്രവർത്തിക്കണം. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യേണ്ടത്? ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് കോമൺ ഓർഗനൈസേഷണൽ ഗോൾ. എല്ലാവർക്കും ഒറ്റ ഗോളിൽ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, യെസ്. ഇനി അടുത്തതിലോട്ട് വരുമ്പോൾ ഇറ്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഇവിടെയാണ് മറ്റൊരു പോയിന്റ് വരിക. കാരണം കുറെ ആൾക്കാർക്ക് ഡൈനാമിക് എന്താണെന്ന് അറിയാം, കുറെ ആൾക്കാർക്ക് അറിയില്ല. എഴുതിക്കോളൂ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ചേഞ്ചസിന് വിധേയമായത് എന്നാണ് അർത്ഥം കേട്ടോ. ചേഞ്ചസിന് വിധേയമായത്. നോക്കിക്കേട്ടോ മക്കളെ, അതായത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആർ ഡൈനാമിക് ഇൻ നേച്ചർ. അതായത് നമ്മളുടെ മാനേജ്മെന്റിൽ നടക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കാനുണ്ട്. അത് അടുത്ത ചാപ്റ്ററിലാണ്. തത്വങ്ങളുണ്ട് ഇവിടെ. ഈ തത്വങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ദിസ് ഇസ് ബിക്കോസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ മാറുന്നത്? ദിസ് ഇസ് ബിക്കോസ് മാനേജ്മെന്റ് അഡാപ്റ്റ് ഇറ്റ്സെൽഫ് ടു ചേഞ്ചസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഇന്നോവേഷൻ. മാനേജ്മെന്റിന് എപ്പോഴും എന്താ, മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ട് പോവുകയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. നമ്മൾ ഇത്രയും നാൾ ഇപ്പോൾ ഒരു 10 കൊല്ലമായിട്ട് നമ്മൾ ഒരേ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായിടാ, ഔട്ട്ഡേറ്റഡ് ആയി പോകും സ്വാഭാവികമായിട്ട്. ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡ് മാറി വരൂലേ. അപ്പൊ നമ്മൾ പണ്ടത്തെ ഇത് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടോ ആൾക്കാർ വിചാരിക്കും ഇയാൾ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ് എന്നൊക്കെ. നമ്മളെ ഇപ്പൊ അങ്ങനെ കുട്ടികളുടെ കേസിലൊക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കേസൊക്കെ എടുത്താലും മതി. ഇപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മളൊരു പഴഞ്ചാലി ഡ്രസ്സ്, പണ്ടത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടോ എന്താണ് അവർ വിചാരിക്കും, ഈ കൊച്ചു ട്രെൻഡിനനുസരിച്ച് ഡ്രസ്സൊന്നും വാങ്ങിക്കാറില്ല. അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാരെ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. ആൾക്കാരെന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാലും ആ ഒരു ട്രെൻഡിനനുസരിച്ച് നീങ്ങുന്ന കുറെ അധികം ആൾക്കാർ, എപ്പോഴും അപ്ഡേറ്റഡ് ആയി പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഡ്രസ്സിന്റെ ട്രെൻഡിന്റെ ആ കാര്യത്തിൽ മാത്രമല്ല, വെദർ ഇറ്റ് ഈസ് ടെക്നോളജി, എന്താ പറയാ, ഫോണിൽ പുതിയ ആപ്പുകൾ വരുന്നു, ഫോണിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. എന്താണെങ്കിലും ഏതൊരു മേഖലയിൽ പുതിയൊരു ഇന്നോവേഷൻ ഉണ്ടായാലും അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഒരു ബിസിനസ് കോൺസെപ്റ്റിൽ എന്നൊക്കെ കേടാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര പുറകിലായിരിക്കും. അവരെല്ലാവരും പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ച് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് മുന്നേറുമ്പോൾ നമ്മൾ മാത്രം എന്തായി പോടാ, ഔട്ട്ഡേറ്റഡ് ആയിട്ട് പുറകിലോട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, സോ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ബിസിനസ് ഫേമിൽ ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ചിനെ പറ്റിയാണ് പറയുന്നത്. ഫുഡ് ആൻഡ് KFC. എല്ലാവരും KFC ഒക്കെ കഴിച്ചിട്ടില്ലേ? പോയിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. യെസ്. അപ്പൊ അവര് കൊണ്ടുവന്നൊരു മാറ്റത്തെ പറ്റിയാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മെയ്ഡ് സർട്ടൺ ചേഞ്ചസ് ഇൻ ദ മെനു ടു കാറ്റർ ടു ദി നീഡ്സ് ഓഫ് ഇന്ത്യൻ കസ്റ്റമേഴ്സ്. അതായത് ഇന്ത്യൻ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളെ എന്ത് ചെയ്യാനായിട്ട്, കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്തു, അവരുടെ മെനുവിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. അതായത് കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്ത് ചെയ്തു, അവർ കൂടുതൽ ഫസ്റ്റ് തന്നെ കാണുന്ന രീതിയിൽ മെനുവിൽ കൊടുത്തു. ഇപ്പൊ നമ്മൾ മെജോറിറ്റി ആൾക്കാർക്കുള്ളൊരു സംഭവം എന്ത്, കടയിൽ കയറി എല്ലാവർക്കും ചിക്കൻ ബിരിയാണി, അതായിരിക്കും കുറച്ചുകൂടി ഇഷ്ടം അല്ലെ. അപ്പൊ മിക്കപ്പോഴും എന്തായിരിക്കും, മെനുവിൽ ആദ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ കിട്ടി ചിക്കൻ ബിരിയാണി, 2 ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഓർഡർ കൊടുക്കുന്നത് അല്ലേ. സോ അതിന് കാര്യം മാത്രമല്ല, ആദ്യം കൊടുക്കുന്ന കേസ് മാത്രമല്ല, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വേഗം കൂടുതൽ ഡിമാൻഡ് വരുന്ന കേസുകൾ എല്ലാവരും എന്താ മെനുവിൽ കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് നോക്കി. ഓക്കെ, അത് വളരെ വലിയൊരു എന്താണ് ഇന്നോവേഷൻ തന്നെയാണ്. കാരണം ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് അല്ലെ. മാറ്റങ്ങൾക്ക് വിധേയമായി അതിനോടൊപ്പം ഒന്നിച്ച് മുന്നേറുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഈ ക്യാരക്ടറിസ്റ്റിക്സിലെ ഏറ്റവും അവസാനത്തെ കാര്യമാണ്, ഇറ്റ് ഇസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്
വാട്ട് യു മീൻ ബൈ ഇൻടാഞ്ചിബിൾ അസെറ്റ്? നമ്മൾ അക്കൗണ്ടൻസി പഠിച്ചു. ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല, പക്ഷേ വി കൻ ഫീൽ, നമുക്ക് അതിന്റെ ഫീൽ കിട്ടും, അനുഭവിക്കാനേ കഴിയുള്ളൂ അല്ലേ? അങ്ങനത്തെ കുറച്ച് അസെറ്റ്സ് ആണ് എന്ത്? ഗുഡ് വിൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഇൻടാഞ്ചിബിൾ അസെറ്റ് ആണ് ഗുഡ് വില്ല്, കൂടാതെ പേറ്റന്റ്. ഇവരെയൊക്കെ നമ്മൾ എന്താ ഇൻടാഞ്ചിബിൾ അസെറ്റിന്റെ അണ്ടറിൽ പഠിച്ചതാണ് അല്ലേ? സോ നോക്കാം, മാനേജ്മെന്റ് ഈസ് സംടൈംസ് റെഫേർഡ് ടു ആസ് ഇൻടാഞ്ചിബിൾ ഓർ അൺസീൻ ഫോഴ്സ് അല്ലേ? നമുക്ക് മാനേജ്മെന്റ് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് അൺസീൻ ഫോഴ്സ്, കാണാത്തൊരു അദൃശ്യ ശക്തിയായിട്ടാണ് അല്ലേ? കാണാൻ പറ്റാത്തതിന് നമുക്ക് അദൃശ്യം എന്ന് പറയാം അല്ലേ? അദൃശ്യ ശക്തിയാണ് എന്ത്? ഈ പറയുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് പ്രസൻസ് ഈസ് വിഷ്വലൈസ്ഡ് ബൈ ദ റിസൾട്ട്. മാനേജ് ചെയ്തതുകൊണ്ട് വർക്കേഴ്സിനിടയിൽ ഉണ്ടായ ഒരു മാറ്റം, അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട്, ഫലം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അല്ലേ? ആ റിസൾട്ട് എന്തൊക്കെയാന്ന് നോക്കിയടാ. ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്, നമ്മളൊന്ന് മുറുക്കി പിടിച്ചപ്പോൾ പ്രോഫിറ്റ് കുറച്ച് കൂടുതൽ കിട്ടി. സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര അഭിപ്രായം നമ്മളുടെ പ്രൊഡക്ട്സിനെ പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ എംപ്ലോയീസിന് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, അവർ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ അവരുടെ പക്ഷത്തു നിന്നും ഒരു ഫീഡ്ബാക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് എന്ത്? ഈ പറയുന്ന മാനേജ്മെന്റിന്റെ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്നുള്ളത് കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും എന്ത്? നെക്സ്റ്റ് ടോപ്പിക് പറയാം കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് തന്നെ ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കുക. ആൻഡ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ആദ്യത്തേന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ,